ഗൈസ്, ഞാനിപ്പോൾ കടയിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ തോണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ദഹിക്കുന്നില്ല പറയുന്ന കാര്യങ്ങൾ. എന്തുവാ ഈ പറയുന്നത് എന്നൊക്കെ ഉള്ള ഇതായിപ്പോയി. അതൊരു ലോജിക്ക് പോകുന്നില്ല ആ കാര്യത്തിൽ. എനിക്കിപ്പോൾ തോന്നുന്നു ഏത് വീഡിയോ ആണ്. കണ്ടു നോക്കും, കണ്ടല്ല കേട്ടോ കണ്ടു നോക്കിയാൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചാലാ. നിങ്ങൾ കേട്ടോ നോക്കിയാൽ മതി. വേറൊരു സീരിയസ് ആയിട്ട് പറയാം, ആൾക്കാർ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ആളെ കാണുമ്പോൾ ഒന്നെങ്കിൽ സൈഡിൽ കൂടെ തേക്കാൻ പോവും, അല്ലെങ്കിൽ അവരുടെ കൂടെ പോവും. എപ്പോഴും നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കണം ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവേണ്ട ആള്. കാരണം നിന്റെ പാർട്ണറിനെ കണ്ണിൽ നീ മാത്രം മതി ബെറ്റർ ആയിട്ട്, വേറെ ആരും വേണ്ട ബെറ്റർ ആയിട്ട്, മനസ്സിലായി? അപ്പം നീ സ്വന്തമായിട്ട് നിന്റെ ബെറ്റർ വേർഷൻ ആവാൻ നോക്കുക. അതായിരിക്കും നിനക്ക് നിന്നോട് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. ഒരിക്കലും നിന്റെ പാർട്ട്ണറിനെ കൊണ്ട് ഒരിക്കൽ പോലും ആലോചിപ്പിക്കരുത്, ഇവനേക്കാളും നല്ലൊരുത്തനാണല്ലോ അവൻ. ഒരിക്കലും, നെവർ എവർ. നീ നിന്റെ ബെസ്റ്റ് വേർഷൻ ആവുക. നിന്റെ പാർട്ട്ണറിന് ഒരിക്കലും നിന്നെ വെച്ച് വേറൊരു പയ്യനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നീ ബെസ്റ്റ് ആവുക. ഇത് തന്നെയാണ് എനിക്ക് എല്ലാ പെണ്ണുങ്ങളോടും. ഗൈസ്, നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ കണ്ടാണല്ലോ. അപ്പം ഇത് ഹേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിനകത്ത് പറയാൻ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ആ വീഡിയോ കണ്ടപ്പം നമുക്ക് റിയാക്ട് ചെയ്യാമല്ലോ. എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതിനകത്ത് പറയുന്ന ബെറ്റർ വേർഷൻ, നമ്മളൊരിക്കലും നമ്മുടെ ബെറ്റർ വേർഷൻ ആകത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കാകാം, പക്ഷേ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. അപ്പം അതനുസരിച്ച് നമ്മുടെ പാർട്ണർ എപ്പോഴും നമ്മുടെ ബെറ്റർ വേർഷൻ അങ്ങനെ ഇതാക്കുന്നതിലല്ല കാര്യം. നമുക്ക് ഈ ലൈഫിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുമ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ഏറ്റവും നല്ല പാർട്ണർ. നമ്മുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും കൂടെ നിൽക്കണം. അങ്ങനത്തെവരാണ്. ഇതിപ്പോൾ ഞാൻ ഒരു മെയിലാണെങ്കിലും ഫീമെയിൽ ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല പാർട്ണർ. അല്ലാണ്ട് ബെറ്റർ വേർഷൻ വേറൊരാളെ കാണുമ്പോൾ അയാളുടെ കൂടെ പോകും എന്നുള്ള ഇതൊക്കെ ആണെങ്കിൽ അതൊരു സമയത്ത് അങ്ങനെ എത്രയൊക്കെ പിടിച്ചു നിർത്താൻ നിന്നാലും അവർ പോകാനുള്ളതാണെങ്കിൽ പോകും. അവരങ്ങ് വിട്ട് കളയണം. അല്ലാണ്ട് നമ്മൾ പിടിച്ച് നിന്നിട്ട് പിന്നെ വലിയ കാര്യമില്ല അതിന്. പിന്നെ ഈ ബെറ്റർ വേർഷനേക്കാളും എനിക്ക് പറയാൻ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്താണോ, നമ്മുടെ റിയൽ ക്യാരക്ടർ എന്താണോ, നമ്മളെങ്ങനെയാണോ അത് നമ്മുടെ പാർട്ട്ണർ മനസ്സിലാക്കി നമ്മുടെ അടുത്ത് വരണം. അപ്പോഴാണ് നമ്മളോട് കൃത്യമുള്ള അഫെയറും അങ്ങനത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല അങ്ങനെയാണ് നമ്മൾ ഒരാളുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ കാണിച്ച് നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ലാസ്റ്റ് ആകത്തില്ല. അത് ഒരു സെക്കൻഡ് ആകുമ്പോൾ അത് പൊളിഞ്ഞു പോകും. നിങ്ങളെന്താണോ അത് നിങ്ങളാകുക, അതാണ് ഏറ്റവും നല്ല കാര്യം. അല്ല ബെറ്റർ വേർഷനോ അങ്ങനെയല്ല മറ്റേതോ മറിച്ചോ അങ്ങനെ ഒന്നുമില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെന്താണോ ബി യു, നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതിയിൽ നിൽക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.